ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോകാൻ പോവാണ്. അപ്പോൾ തുമ്പി റെഡിയായിട്ട് ഇറങ്ങി വന്നതിൽ റെഡിയായി കഴിഞ്ഞില്ലല്ലേ? ഇന്ന് നമ്മൾ പറഞ്ഞ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പർച്ചേസ് ചെയ്യാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും വാവയ്ക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ആയിട്ട് പോവുകയാണ് അല്ലേ? അതെ, ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല, മഴയും വെയിലും കൂടെയാണ്. കുറുക്കൻ്റെ കല്യാണം. അപ്പോൾ ഇവിടെ ഒരാൾ കുറേ നേരമായിട്ട് മണിക്കൂറുകളായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ലിപ്സ്റ്റിക്ക? ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അനങ്ങി പതിയെ കഴിക്കാം. എത്തിയിരിക്കുകയാണ്. സമയം വൈകിയിരിക്കുന്നു ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ഇന്ന് നമ്മൾ കോട്ടയത്ത് പോയാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? മഴ, ഫുഡ്, വൈബ്. കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ നല്ല രസമാണ്. ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണല്ലോ നമ്മുടെ. ഞങ്ങൾ ഇറങ്ങി. നല്ല മഴയുണ്ട്. നല്ല മഴയല്ല, ചെറിയ മഴ. കോട്ടയം റൂട്ടൊക്കെ മഴയായിരിക്കുമോ? കോട്ടയം റൂട്ടൊക്കെ മഴയായിരിക്കും. ഇന്ന് അത്യാവശ്യം മഴയുണ്ട്. കുഞ്ഞുമാവ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ചോട്ടിലുണ്ടല്ലോ. ലിസ്റ്റ് എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ലിസ്റ്റ് എടുത്ത് വെച്ചില്ല. പക്ഷെ പോണ വഴി വണ്ടിയിലിരുന്ന് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം, സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് ആക്ച്വലി സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഹോസ്പിറ്റൽ ബാഗ് നേരത്തെ പാക്ക് ചെയ്ത് വെക്കേണ്ടതായിരുന്നല്ലേ? 39 വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അതെ, 39 വീക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ സമയത്താണ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് ബാക്കിയുള്ള സാധനം പാകാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നിമിഷം നമുക്കിങ്ങനെ ഒരു റഷ് ഉള്ളതാണ് എല്ലാത്തിനും. ഷൂട്ടിനാണെങ്കിലും നമ്മൾ ലാസ്റ്റ് നിമിഷമാണ് എല്ലാം ചെയ്യുക. എല്ലാ ഷൂട്ടുകളും നമ്മൾ ലാസ്റ്റ് നിമിഷം ചെയ്യാറ്. അതെന്താണെന്നറിയാൻ പാടില്ല, നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞ് ചേർന്ന് രണ്ടുപേർക്കും. അപ്പോൾ ലാസ്റ്റിന് കുറച്ച് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാത്തിനായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. പക്ഷെ വാവ ഭയങ്കര സഹകരണമാണ്. ഇതുവരെ ആൾക്ക് പ്രശ്നമൊന്നുമില്ല. ആള് നമ്മളോട് ഭയങ്കര സഹകരണമാണ്. കുമരകം റൂട്ട് ഫുള്ള് വെള്ളം കയറി കിടക്കുക സൈഡൊക്കെ. ഒരു മഴ കൂടി പെയ്യുന്ന റോട്ടിൽ വെള്ളം കയറുന്ന തോന്നുന്നത്. വെള്ളം കയറി കിടക്കുകയാണ്. ന്യൂ സെക്ഷൻ അൺലോക്ക്ഡ്. ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത സെക്ഷൻസ്. എന്തായി? ഓക്കെയാണോ? ഇതും പിടിച്ചോണ്ടാണോ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പോണോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് കണ്ട ബേബി ഹഗ്ഗിൽ നിന്ന് തന്നെ പർച്ചേസിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ കയറി നോക്കി. എന്നാലും നമുക്ക് ഇനിയും ഒന്നും കൂടെയൊക്കെ പല ഷോപ്പുകൾ എക്സ്പ്ലോർ ചെയ്ത് സാധനങ്ങൾ വാങ്ങാം. ഇതുവരെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ് ഈ ബേബീസിൻ്റെ ഐറ്റംസ്. എനിക്കെന്തോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇതൊക്കെ കയറി കുഞ്ഞെടുപ്പുകളൊക്കെ കാണുമ്പോഴേ എന്തോ ഒരു പുതിയ അനുഭവം. ചേട്ടൻ എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട് പുതിയ ഒരു സെക്ഷനിലേക്ക്? ന്യൂ സെക്ഷൻ അൺലോക്ക്ഡ്. നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സെക്ഷനാണ് ഈ ന്യൂ ബോൺ, ഈ ബേബീസ് ഐറ്റംസിൻ്റെ. ഇനി വേറെ കടകളിലൊക്കെ കയറി നോക്കാം. നമ്മൾ ജസ്റ്റ് കണ്ടൊരു ഫസ്റ്റ് ഷോപ്പിൽ നമ്മൾ വാങ്ങിച്ചില്ല. അതെ, ഇനി കയറാമല്ലോ. ഇനി കയറി നോക്കി പോ. നമ്മൾ കോട്ടയം, ഇതന്നെ കോട്ടയം റൗണ്ടാ? കോട്ടയത്തെത്തി അല്ല, ഇതിനെന്താ പറയുമല്ലോ, ആകാശവാദം. ഇവിടെ നിറയെ മറ്റേ മാംഗോസ്റ്റീനൊക്കെ ഉണ്ട്. എനിക്ക് മാംഗോസ്റ്റീൻ വേണം.
നിങ്ങൾക്ക് മാംഗോസ്റ്റീൻ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാംഗോസ്റ്റീൻ. പിന്നെ മധുരമായതുകൊണ്ട് പിന്നെ ഷുഗറാണല്ലോ അതിലുള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ വാങ്ങുന്നില്ല. പക്ഷേ ഒരു മാസം ഒരു മാസമല്ല, വാവ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പോലെ ആദ്യത്തെ കുറച്ച് ടൈം മധുരം കഴിക്കുമായിരിക്കും ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് മധുരം ഇഷ്ടമില്ലാത്ത ആളാണ്. പ്രഗ്നൻസി ആയി ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മധുരത്തോട് ഭയങ്കര ഒരു ആക്രാന്ത്. ഇതിൻ്റെ ഒരു എല്ലാവർക്കും ഉള്ളതാണോ എന്തോ എനിക്കറിയത്തില്ല. ഒട്ടും സ്വീറ്റ്സ് കഴിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ലഡു, പിന്നെ ഐസ്ക്രീമൊക്കെ ഫാമിലി പാക്കൊക്കെ കൊണ്ടുവച്ചാലും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം ഭയങ്കര കൊതിയാണ്. എന്തായാലും ഞാൻ ഒരു 2 to 3 weeks കൂടെ വെയിറ്റ് ചെയ്താൽ മതിയല്ലേ, അത്ര വേണ്ടി വരില്ല. അതിനുള്ളിൽ തന്നെ എനിക്ക് ഷുഗറൊക്കെ കഴിക്കാൻ പറ്റും. പോണ വഴിക്ക് ഒരു ചായ കുടിക്കാൻ നിർത്തിയാണ്. ചായ കുടിക്കാൻ 4:30 പറയാം. അതാണ് അലാറം ചായയും പഴംപൊരി. വലിയ എണ്ണയൊന്നും ഇല്ലാട്ടോ പഴംപൊരി. ഒരു 4-4:30 ആകുമ്പോഴേക്കും നല്ല വിശപ്പാണ് കേട്ടോ എനിക്ക്. ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആ ഒരു ടൈം ആകുമ്പോൾ ഭയങ്കര വിശപ്പ്. നല്ല ചായ, പക്ഷെ വിത്തൗട്ടാണ്. അത് മാത്രമേ കുഴപ്പമുള്ളൂ. പിന്നെ എനിക്കിങ്ങനെ വിത്തൗട്ടാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. കോട്ടയത്ത് ഷോപ്പിങ്ങിന് വരാനുള്ള മെയിൻ റീസൺ ഈ പ്രിറ്റി പ്ലംസ് എന്ന ഷോപ്പാണ്. ഇവരുടെ പ്രിറ്റി പ്ലംസ് ക്ലോത്തിങ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് കണ്ടിട്ടാണ് ഞാൻ കോട്ടയത്ത് തന്നെ ഇവരുടെ ഷോപ്പിൽ വന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് കോട്ടയത്തോട്ട് പോകുന്നത്. ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, അതും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരുന്നു. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, സ്വാഡി ക്ലോത്തിൻ്റെ സോഫ്റ്റ് മെറ്റീരിയൽ. എങ്ങനെയുണ്ട് പ്രൊഡക്ട്സൊക്കെ? കൺഫ്യൂഷൻ ആയിരിക്കും തോന്നുന്നു, എന്തെല്ലാം എടുക്കണമെന്ന് അറിയത്തില്ല. വാവയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ള മെറ്റാനിറ്റി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും നമ്മളവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ കളക്ഷൻസ് വേറെയും ഉണ്ടായിരുന്നു. മണ്ണർക്കാട് കോട്ടയത്താണ് കേട്ടോ. പ്രിറ്റി പ്ലംസിൽ വന്നിട്ടാണ് നമ്മുടെ വാവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ ബാഗിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകളും എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തത്. ഞാൻ ആക്ച്വലി റീൽ കണ്ടിട്ടാണ് വന്നത്. ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, പ്രിറ്റി പ്ലംസ് ക്ലോത്തിങ് എന്നാണ്. യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പോൾ അതിൽ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ബോത്ത്. ഒരു ലോഡ് സാധനങ്ങളായിട്ട് എങ്ങോട്ടാ? കംപ്ലീറ്റ്. അച്ഛൻ ഹാപ്പി അല്ലേ? ഇവിടെ വന്നപ്പോൾ മുതൽ ഓരോരോ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ എല്ലാം ഓരോന്നും നോക്കി എടുക്കുന്നുണ്ടായിരുന്നു. ഫുൾ പർച്ചേസ് കഴിഞ്ഞല്ലേ? ഞാൻ പിടിക്കണം. ഒരു ലോഡ് സാധനങ്ങൾ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം നിന്നെങ്കിലും എനിക്ക് ഒരുപാട് ടൈം ആയതൊന്നും അറിഞ്ഞില്ലേ. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ചെന്നിട്ട് ഇതാ ഇപ്പം 8:30 രാത്രി. ഓരോരോ സാധനങ്ങൾ എടുത്തെടുത്ത് ഇനിയിപ്പോൾ വിശക്കണം, ഇനി ഫുഡ് കഴിക്കണം. വന്ന പരിപാടി എന്തായാലും കഴിഞ്ഞു, ഇനി ഫുഡ് കഴിക്കാം. എനിക്ക് വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ബാഗിൽ വെക്കണമല്ലോ, ഹോസ്പിറ്റൽ ബാഗ്. ഈ ബാഗ് വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. അതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഡേറ്റ് എടുത്ത കാരണം ഇനി കടകൾ ദിവസം ചേർത്തല ചെല്ലുമ്പോൾ ഇനി അതിനായിട്ടൊരു ദിവസം പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങ് വാങ്ങിയിട്ട് പോകാൻ കരുതി കോട്ടയത്ത്. അങ്ങനെ നമ്മളിതേ കോട്ടയത്ത് നിന്ന് തന്നെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ബാഗ് വാങ്ങണം. അത് ആക്ച്വലി അതിന് വേണ്ടി ഒരു ദിവസം ഇറങ്ങാനായിട്ടൊരു ദിവസം കിട്ടുമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ വായിച്ചേക്കാം. ബാ കമോൺ. എനിക്ക് വിശക്കുന്നു ഗൈസ്, എനിക്ക് വിശക്കുന്നു.
എല്ലാ ബേബി ഷോപ്പിലും കയറി സാധനങ്ങളും നോക്കി ഫോണും നോക്കി റിവ്യൂ നോക്കി ഇരിക്കുകയാണ്. കാർ സീറ്റ് വാങ്ങാൻ വന്നിരിക്കുന്നു. ഇത് ലാസ്റ്റ് അല്ലേ നമ്മൾ വാങ്ങണ്ട. ഇത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? നമ്മളാ കാർ സീറ്റ് അത് ഞാൻ പിന്നെ പഠിക്കണം. അയ്യ അത് ഇതൊന്നും തന്നെയല്ലേ. 9:48 ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. വിശന്നിട്ട് കൊട്ടൊക്കെ കഴിഞ്ഞ് ശരത്തിൻ്റെ അവിടെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്താൽ വിചാരിക്കില്ല, വിളിച്ചോണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഇറങ്ങാം, ഫുഡ് കഴിക്കാം. ഓർഡർ ചെയ്താ ഓക്കെ. അത്യാവശ്യം നല്ല രീതിക്ക് വിശക്കുന്നുണ്ട് എനിക്ക്. ഓർഡർ ചെയ്താ ബുക്കാറോ. എന്തായാലും അൽഫാം വരാൻ കുറച്ച് ടൈം എടുക്കും. അതിന് നമുക്ക് റോസ്റ്റഡ് എന്തോ മഖന താമരയുടെ സീഡല്ലേ ഇത് കഴിക്കാം. ഭയങ്കര ഇഷ്ടമാണ്. നല്ലതല്ലേ പ്രഗ്നൻസി ടൈമിൽ? നല്ല ഇത് ആക്ച്വലി മേടിച്ച് വറുത്ത് തിന്നുന്നതാണ്. അതിനുള്ള സമയം വറുത്ത് വാങ്ങിച്ചത്. വിശക്കണോൻ്റെ വീഡിയോ ഇടാ. വാവയ്ക്ക് വിശക്കണോ? വാവയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പം ഇപ്പം വരും. എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പം വിശക്കണോൻ്റെ വീട് എവിടെയാണ്? എങ്ങനെ ഇരിക്കുന്നു? ആ ക്രൂരമായ ചിരി നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊരു പ്രത്യേകതര അൽഫാമാണ്. ഇതിൻ്റെ കോട്ടിങ് ഡിഫറെൻ്റ് ആണല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ സെറ്റ്. ഹാപ്പി. ഫുഡ് കിട്ടിയാൽ നമ്മൾ ഹാപ്പി. പോയിട്ടും എത്തുന്നില്ലാത്ത ദൂരം പോലെ തോന്നുന്നു എനിക്ക് വീട്ടിലേക്ക് അല്ലേ. ആ കടയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എനിക്ക് ടയർഡൊന്നും ഇല്ലായിരുന്നു. ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഫുള്ള് ടയർഡ്നെസ് പോലെ. ഇത് ട്രെയിൻ ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയാൽ നമ്മുടെ വീടെത്തും. മഴയല്ല, കാറ്റാണ്. കാറ്റ് മഴയില്ല, കാറ്റാണെന്ന് പറഞ്ഞിട്ട് നല്ല മഴ. നല്ല മഴ പെയ്ത് കേട്ടോ. ഇവിടെ ഒരാൾ മഴയല്ല കാറ്റാണെന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ നല്ല മഴ. കുഴപ്പമില്ല, നമ്മളങ്ങ് എത്തി, വീട് എത്താറായി. നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. സാധനങ്ങൾ കവർ എടുക്കുന്നു. ആരാണ്? എന്താണ്? അമ്മേ ശംഖു അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്, റൂമിലെത്തിയിരിക്കുകയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അടുത്ത വീഡിയോയിൽ എല്ലാം സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.